ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്. ഇന്നൊരു ഫാമിലി ഫ്രണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് കുറച്ച് പഴമണമെന്ന് പറഞ്ഞു. കുറച്ചൊക്കെ ഇതൊക്കെ പഴുക്കാനാവുന്നുള്ളൂ. ഇതൊക്കെ ഒരു 2 ആഴ്ച പിടിക്കും പഴുക്കാൻ. ഇതിലൊക്കെ നോക്കി നോക്കി എത്ര പുല്ലാന്നറിയോ. ഞാൻ 2 മാസം മുമ്പാണ് പുല്ലെല്ലാം പറിച്ചത്. ഇപ്പോൾ മഴ പെയ്തതിൽ വേഗം പുല്ലൊക്കെ മുളക്കാണ്. അപ്പോൾ കായ പഴുത്തതുണ്ട്, കുറേ പറിക്കാനുണ്ട്, പിന്നെ പൂ വിരിഞ്ഞതുണ്ട്. പൂ വിരിഞ്ഞ് കഴിഞ്ഞ് കായ വലിപ്പം വരാനായതുണ്ട്. അന്നേരം ഇനി ഈ പുല്ലെല്ലാം പറിച്ച് എല്ലാം നമുക്ക് വൃത്തി ക്ലീൻ ചെയ്ത് വെക്കണം. എന്നിട്ടേ വളമിട്ട് കൊടുക്കാൻ പാടില്ലേ. അപ്പം ഇനിയും അവർ പുല്ലൊക്കെ പറിക്കുമ്പോൾ അവർ എത്തുമായിരിക്കും. അവർ വരുന്നവരെ പുല്ല് പറിക്കുക, എന്നിട്ട് ബാക്കിയുള്ളത് നാളെയോ മറ്റന്നാളായിട്ട് പറിക്കും. ഞാൻ ഒരുമിച്ച് പറിക്കാൻ പറ്റില്ല, സമയം കിട്ടില്ല. പിന്നെ എനിക്ക് ഈ കൈവേദന കൊണ്ടാണ് ഞാൻ കത്രികയോട് ഇങ്ങനെ തിരിച്ചിട്ട് പറിക്കുന്ന കേട്ടോ. ഒറ്റയ്ക്ക് വേണം എല്ലാം ചെയ്യാൻ. അപ്പോൾ കൈവേദന നല്ല പോലെ ഉണ്ട്. പുല്ല് പറിക്കാൻ നല്ല പണിയാണ്. അവരെത്തിയെന്ന് തോന്നുന്നു. നമുക്ക് നോക്കി വെക്കാം. ആരൊക്കെ ഉള്ളതെന്ന് അറിയില്ല. ഞാൻ പോയി വാതിൽ തുറന്നിട്ട് ഇപ്പം വരാം. നല്ല പോലെ വഴുക്കലുണ്ട്. നോക്കിയിട്ട് വേണം നടക്കട്ടോ. കുട്ടളി കൈ പിടിച്ചോ. ഇത് കുമ്മായം സ്പ്രേ ചെയ്തു. സീഡോമോണസ് അല്ലേ? അത് ഇതിന് അത്യാവശ്യമാണല്ലേ? നമ്മളെ ഓർക്കിഡിനൊക്കെ അടിച്ചു കൊടുക്കുമല്ലോ, സ്പ്രേ ചെയ്ത് കൊടുക്കണം. അതാണ് ഈ അത് വരാണ്ടിരിക്കാനാണ് ഈ അത് വരാതിരിക്കാണ് സീഡോമോണസ് അടിക്കുന്നത് അല്ലേ? പിന്നെ ഇവിടെ ഇതിങ്ങനെ വന്നാലും കുഴപ്പമില്ല. ഈ തണ്ടിൽ തന്നെ പോയിക്കോളും. തണ്ട് പോയാലും അത് അങ്ങനെ നിന്നോളൂ. അതിനൊരു അതിൻ്റെ ഉള്ളിൽ കൂടി പോയിക്കോളും. അതുണ്ടെങ്കിൽ പോകുന്നില്ല. ഇത് വിത്ത് എങ്ങനെ ഇതിന്റെ കാര്യങ്ങൾ വരുന്നത്? വിത്തിട്ട് കഴിഞ്ഞാൽ ഒരു 10 കൊല്ലം 5 കൊല്ലൊക്കെ ആവും. 10 കൊല്ലൊക്കെ ആവും വിത്തിട്ടിട്ടാണെങ്കിൽ. തയ്യന്നെ വെച്ച് പിടിപ്പിച്ചാൽ തന്നെ 3 കൊല്ലം, ചിലരൊക്കെ പറയുന്നത് 3 കൊല്ലം ആകുന്നു. എനിക്കിപ്പോൾ 1.5 വർഷം. നിങ്ങളിത് എന്താ പറയാ, എത്ര വലിപ്പം വരുമ്പോൾ അത് കട്ട് ചെയ്തിട്ട് വേറെ കുഴിച്ചിടുക? 3 വർഷം. ഇതിപ്പോ എത്ര വർഷമായി? 1 വർഷം. 1 വർഷം. ഇനി 3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് മൂപ്പാവും. അപ്പൊ തണ്ടിന് മൂപ്പ് വരും. ആ മൂപ്പ് ഉണ്ടെങ്കിൽ വെച്ചിട്ട് കാര്യം. അടുത്തൊക്കെ ഇങ്ങനെ തൂങ്ങിത്രോളം ഉണ്ടാവും. അപ്പൊ ഞങ്ങൾക്ക് അവിടെ നല്ല അടിന്ന് ഭാഗം വെട്ടിയെടുക്കും. അപ്പൊ ഈ തണ്ടിനൊക്കെ നല്ല മൂപ്പുണ്ടാവും. അപ്പൊ അതാണ് ഈ 3 വർഷത്തെ കണക്ക്. അല്ലാതെ വെച്ചിട്ട് ഉണ്ടാവും, പക്ഷെ കാര്യമില്ല. ഇങ്ങനെ ഇത് വെറുതെ ഇങ്ങനെ കണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇത് നമ്മള് കുഴിച്ചിട്ട് കഴിഞ്ഞാലേ എത്ര മാസമാണ് ഇതിന്റെ വിളവെടുപ്പിന്റെ സമയം വരുന്നത്? അതിപ്പോ കുഴിച്ചിട്ട് തന്നെ ഒരു 1.5 വർഷം. 1 വർഷം കഴിയുമ്പോൾ ഉണ്ടാവും. 1 വർഷം കഴിയുമ്പോൾ പിന്നെ 6 മാസം കൊണ്ട് ഉണ്ടാകുന്നുണ്ട്. അത് അവര് പറഞ്ഞ് നമ്മൾ മേടിക്കണം. ചിലവര് ഈ കായ ഉണ്ടായി കഴിഞ്ഞ സമയം വെട്ടിത്തരും. ചിലപ്പോ തണ്ട് മൂപ്പുണ്ടാവില്ല. അപ്പാണ് ഈ 1.5 വർഷം എടുക്കുന്നത്. നല്ല മൂപ്പായിട്ട് 5 കൊല്ലം കഴിഞ്ഞ് ഉണ്ടാകുന്നതാണെങ്കിൽ 6 മാസം കണക്കാ. ഇതിപ്പോ 3 വർഷം കഴിഞ്ഞാലേ വെട്ടാൻ പറ്റുള്ളൂ. അതുവരെ വെട്ടാൻ പറ്റും. അതുകൊണ്ട് വെട്ടാൻ പാടില്ല. നമ്മളിപ്പോ ഇവിടെ കായ ഉണ്ടായി കഴിഞ്ഞാൽ ഇതില് കായ ഉണ്ടാവില്ലേ? ഇതില് കായ ഉണ്ടായിട്ട് ഇവിടുന്ന് വെട്ടാൻ പാടില്ല. ഇതിന്ന് ഇനി പുതിയ ഇല വരും. 2 വീട് കായ എങ്ങനെ കത്തിയോണ്ട് അത് തിരിച്ചെടുക്കുക? അത് കത്തിനോട് വെട്ടിയെടുക്കും. തണ്ടോടെ കടയിൽ കൊടുക്കുമ്പോൾ തണ്ടോടെ കൊടുക്കണം. പിന്നെ വിള്ളല് പാടില്ല. ഇതിലൊന്നും ഉള്ളില്ല. ഇതിപ്പോ വീട്ടാവശ്യത്തിന് വേണ്ടി നിർത്തിയതാണ്. ഇപ്പോൾ വിള്ളല് വന്നാലും കുഴപ്പമില്ല, നല്ല മധുരമില്ല. കടയിൽ കൊടുക്കുമ്പോൾ വിള്ളല് വരുന്നിടക്ക് എടുക്കൂല. ശരിക്കും വിണ്ടതാണ് തികഞ്ഞ മൂപ്പ്. പിന്നെ പൂവാണെങ്കിൽ പരാഗണം ചെയ്താലാണ് വലുതാവുക. ഞങ്ങൾ രാത്രി ചെയ്യാറ്. പിന്നെ തേനീച്ച വേണ്ട ആവശ്യം. ഇത് നമ്മള് മറ്റേ വേറെ ഏതൊരു പൂവായിട്ട് സാദൃശ്യം ഉണ്ടല്ലോ, നിശാഗന്ധിയോ? അന്തസേന പറയും. രാത്രി ഇങ്ങനെ തന്നെ വിരിയുന്നത്. ഇത് എങ്ങനെ കാണോ? അതേ മണവും എല്ലാം. രാത്രി ഒരു 10 വിരിയുന്നത് കാണാൻ പറ്റും. 11 മണിയാകും വന്ന് നോക്കിയാ ശരി കറക്റ്റായിട്ട് വിരിയും. നമുക്ക് അതൊന്നും എടുക്കണം. പക്ഷെ അതൊരു സംഭവമാണ്. ആൾക്കാർ അത് കാണാൻ ആഗ്രഹിക്കുന്ന ചില സംഭവങ്ങൾ അതൊക്കെ. പിന്നെ ഇതേന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് അധികം കൃഷി ചെയ്യുന്നത് എല്ലാവർക്കും വലിയൊരു കാര്യമാണ്. ചെയ്തിപ്പോ വരാൻ തുടങ്ങുന്നുള്ളൂ. ഈ ഒരു ഇങ്ങനെ ടെറസിനോളിന്ന് അധികം ചെയ്തിട്ട് കണ്ടിട്ടില്ല. മറ്റേ പണ്ട് ജയറാമാണ് പച്ചക്കറി ടെറസിന് മുന്നിൽ കൃഷി ചെയ്തിട്ട് വലിയ സംഭവം, ഒരു വിപ്ലവം ഉണ്ടാക്കി. മഞ്ജു വാര്യർ ഉണ്ട് അല്ലേ? മഞ്ജു വാര്യരുടെ സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ പച്ചക്കറി ടെറസിൻ്റെ മുകളിൽ പച്ചക്കറി വെച്ചിട്ടുള്ളത്. ആ സിനിമയിൽ കണ്ട മുതൽ തുടങ്ങിയതാണ് എനിക്ക് പച്ചക്കറി നടണമെന്ന്. അപ്പോൾ ഞാൻ
ഇപ്പോൾ പച്ചക്കറി നട്ടിട്ട് അത് ഒഴിവാക്കിയിട്ടാണ് ഇപ്പോൾ ഞാനിത് വെച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അത് ഒഴിവാക്കാൻ കാരണം എന്ന് വെച്ചാൽ വീടെടുത്തിട്ട് ഇപ്പോൾ 7 വർഷമായി. 7 വർഷമായിട്ടും നമുക്ക് വീട്ടിൽ നിന്ന് നമ്പർ കിട്ടിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വീട്ടിൽ നമ്പർ കിട്ടാത്തതുകൊണ്ട് വെള്ളത്തിന് നല്ല പ്രശ്നം, കറണ്ടിനും പ്രശ്നമാണ്, വെള്ളത്തിനും പ്രശ്നമാണ്. അപ്പോൾ ഞാൻ അതെല്ലാം ഒഴിവാക്കിയിട്ട് ഇനിയൊരു പ്രശ്നം വേണ്ട വെച്ചിട്ട് അതൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഞാനിപ്പോൾ ഈ കൃഷിയിലേക്ക് ഇറങ്ങിയത്. ഈ കൃഷി ആകുമ്പോൾ വെള്ളം അധികം വേണ്ട, വേനൽക്കാലം എന്തെങ്കിലും കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി, ആഴ്ചയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ വളമാണ് 3 മാസം കൂടുമ്പോൾ വിട്ട് കൊടുക്കേണ്ടത്. നല്ല വഴുക്കലുണ്ട് കേട്ടോ, കുട്ടികളെ കൈ പിടിച്ചോ, വീഴണ്ട കുട്ടികൾ. പിന്നെ നല്ല വഴുക്കലാണ് ടെറസിന് മുകളിൽ. അപ്പോൾ ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ ചൂലെടുത്ത് അടിച്ച് കളയലുണ്ട്. വെച്ചപ്പത്തിന് മുറിഞ്ഞു. അവന്റെ പണിയാണ് കഴിയുന്നുണ്ടോ? മുറിക്കും അങ്ങനെയാണ്. വീണുകൊണ്ട കഴിഞ്ഞു. അടിപൊളി. തോല് കളഞ്ഞിട്ട് മേടിക്കണേക്കാട്ടിലും മധുര, ടേസ്റ്റും കൂടുതലല്ലേ. എങ്ങനെയുണ്ട്? ഇഷ്ടായോ? ഇഷ്ടായോ? അമ്മ കൊടുത്തില്ല, അമ്മ കഴിച്ചു. മതിയോ? വേണോ? നല്ല മധുരം എടുത്ത് വരുന്നുണ്ട്. കുട്ടികളെ തന്നെയാണ്. അതായത് ഇത് കളഞ്ഞിട്ട് മുറിക്കണം. ഇത്ര മധുരം ഉണ്ടാവില്ല. ശരിയാ, ഇത് മധുരം എന്തായാലും എടുത്ത് വരുന്നുണ്ട്. മറ്റത് മധുരം ഉണ്ട് നമ്മൾ സങ്കല്പിച്ചാണ് കഴിക്കാൻ. പിന്നെ വെള്ളക്ക് എത്ര ടേസ്റ്റ് കുറവാന്ന് പറയുന്നത്. പിന്നെ കളറ് നല്ല കളറുണ്ട്. അതിന് ടേസ്റ്റ് കൊണ്ടേ, മധുരത്തിന്റെ ടേസ്റ്റ് കൊണ്ടേ. വേണ്ട കൈയൊക്കെ കറയണത് പോവില്ല, ഇതിനെ കളറ് തട്ടിയാ പോയില്ലേ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യണം കേട്ടോ, പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം.